ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു എർട്ടിക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അതുകൊണ്ട് ഒരു മാസമായിട്ട് എർട്ടികാർ വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആൾക്കാർ എർട്ടികാർ വീഡിയോ എന്ത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഫോണിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എർട്ടികയിൽ നമുക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല. പക്ഷെ മെയിനായിട്ട് ഒരു വണ്ടിക്ക് ആവശ്യമുള്ള എർട്ടിക എന്ന് പറയുമ്പോൾ ഇത്തിരി വലിയൊരു വണ്ടിയാണല്ലോ, അതിനാവശ്യമുള്ള ഒരു 360 ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി സിസ്റ്റം വരുന്നതാണ്. കമ്പനി ഒരു സാധാരണ ഒരു സിസ്റ്റമാണ് അതിലുള്ളത്. അത് മാറ്റിയിട്ട് നമ്മൾ 9 ഇഞ്ചിന്റെ അല്ല വെക്കുന്നത് കേട്ടോ, 11.8 11.8 സൈസിലുള്ള ഒരു ഡയമണ്ട് 2K ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ആംബിയൻ ലൈറ്റ്. ആംബിയൻ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടില് ഡാഷ്ബോർഡിൽ 2 പീസും 4 ഡോറിലും ഓരോ പീസാണ് വരുന്നത്. അപ്പോൾ ഡയമണ്ട് 2K അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻ ലൈറ്റ്, ഈ 2 വർക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് നമ്മൾ LED ഫോഗ് ലാമ്പാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡോറിൽ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു. ആ ഡോറിൽ കാണിച്ച ഭാഗത്താണ് നമ്മുടെ ഈ ആംബിയൻ ലൈറ്റ് വരുന്നത്. അപ്പോൾ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ സാധാരണ ട്രിയൽ നമ്മൾ വെക്കാറുള്ളത്. ഇത് പക്ഷെ സെപ്പറേറ്റ് ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത 360 ക്യാമറയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ സൈഡിലെ മിററിൽ, 2 സൈഡിലെ മിററിൽ, അതേപോലെ തന്നെ ഫ്രണ്ടില്, അതേപോലെ തന്നെ ബാക്കില്, അങ്ങനെ 4 ക്യാമറ നമുക്ക് 360ക്ക് വരും. അതേപോലെ തന്നെ അതിന്റെ സ്റ്റീരിയോയും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് സ്റ്റീരിയോ വരുന്നത്. ബോസ്ട്രിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു മോഡൽ സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രത്യേകത 2 നോബ് 2 സൈഡിൽ ഇതിന് കാണാൻ കൺട്രോളാണ്. 2 നോബിലാണ് അതിന്റെ കൺട്രോളിങ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11.8 ഈ സെറ്റ് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും ഇതിൽ നമ്മൾ 360 ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത നല്ല സൈസ് ഉള്ള കാരണം കൊണ്ട് കാണാൻ നല്ല ഷോയാണ് അതുമിക്ക്. അത് മാത്രമല്ല AC വെന്റിന്റെ തടസ്സം നമുക്ക് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ എർട്ടിക വണ്ടിയിൽ നമുക്ക് AC വെന്റ് വരുന്ന 2 സൈഡിലാണ്. അപ്പൊ നമുക്ക് അത് ഒരു തടസ്സം നമുക്ക് ഇതിൽ വരുന്നില്ല. അത് മാത്രമല്ല സാധാരണ ഇതിന്റെ ബാക്കിൽ AC വെന്റ് വരാണെങ്കിൽ ഈർപ്പം വലിക്കാനും സെറ്റിന്റെ ഉള്ളിലേക്ക് കാറ്റടിച്ചിട്ട് ഈർപ്പം വരാനും അതുപോലെ കംപ്ലൈന്റ് വരാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്തിരി വലിയൊരു സൈസാണ്. പക്ഷെ അതിന്റെ ഡാഷ്ബോർഡ് മിക്ക അത് അത്ര വലിയൊരു സൈസായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ ഫ്രണ്ട് നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഫോഗ് ലാമ്പിന്റെ പ്രത്യേകത DRലും കൂടിയിട്ടാണ്. അതിൽ ഇൻഡിക്കേറ്ററും DRലും കൂടിയുള്ള റിങ്ങും കൂടി വരുന്നുണ്ട്. ലെൻസ് വെച്ചിട്ടുള്ള ഫോഗ് ലാമ്പാണ്. നല്ല ലൈറ്റ് ആണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒറ്റ കളറേ വരുന്നുള്ളൂ. നമ്മൾ ആദ്യം പല വണ്ടിയിലും ഡബിൾ കളറും ട്രിപ്പിൾ കളറും ട്രൈ കളറും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്, ഓഫ് വൈറ്റ്, വാം വൈറ്റ്, വാം യെല്ലോ കേട്ടോ, വൈറ്റ്, വാം, യെല്ലോ, അങ്ങനെ 3 കളറ്. അതേപോലെ ഒരു ആംറസ്റ്റ് പറഞ്ഞ് ഞാൻ കാണിച്ചിരുന്നു. ആംറസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റിന്റെ പ്രത്യേകത ആംബിയൻ ലൈറ്റിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 4 ഡോറിലേക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് 2 പീസും വരുന്നുണ്ട്. K4 എന്ന് പറഞ്ഞ ഒരു സീരീസാണ് നമ്മളിപ്പോൾ അതിലേക്ക് ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ആംബിയൻ ലൈറ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ ആംബിയൻ ലൈറ്റ് വരാം. അത് തുറന്ന് വേണം അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. അതിന് കുറച്ച് പണിയുണ്ട്, കുറച്ച് സമയം എടുക്കുന്ന ഒരു വർക്കാണ്. അതേപോലെ തന്നെ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാലും നമുക്ക് അതിന് ഇത്തിരി വർക്ക് കൂടുതലാണ്. അതേ ബാക്ക് സൈഡില് മിറർ നമ്മൾ ഊരി, സൈഡ് മിറർ നമ്മൾ ഊരി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ക്യാമറ കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ വലിക്കണം. അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ സൈഡിൽ നിന്ന് ഈ ഡോറുമെന്ന് നമ്മൾ സൈഡ് മിറർ, ലെഫ്റ്റ് സൈഡിലെ മിററും അതേപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ ഊരിയിട്ടുണ്ട്. 2 മിററും നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ ഫിറ്റിങ്സും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോഗ് ലാമ്പ് നമുക്ക് മാരുതിയുടെ വണ്ടികൾക്കൊക്കെ ആഡ് ചെയ്യാവുന്ന ഒരു ഫോഗ് ലാമ്പാണ് അത് വരുന്നത്. കാരണം കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ മോൾഡിങ് കറക്റ്റായിട്ട് 4 സ്ക്രൂസിൽ കറക്റ്റായിട്ട് പിടിപ്പിക്കാം. അതിനുശേഷം അതിന്റെ ഫ്രണ്ടിലെ ഫ്ലാപ്പ് കട്ട് ചെയ്തിട്ട് ആ ഫ്ലാപ്പ് അതിൽ ഫിറ്റ് ചെയ്യും. 2 സൈഡിലും ഫോഗ് ലാമ്പിന്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ ക്യാമറ പിടിപ്പിച്ചിട്ട് നമ്മൾ മിറർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 സൈഡില് ലെഫ്റ്റിലും റൈറ്റിലും മിറർ നമ്മളവിടെ ഫിറ്റ് ചെയ്ത് ഇതാണ് ക്യാമറ വരുന്ന. കാലിബ്രേഷനോട് കൂടിയാണ് ഫുള്ള് നമ്മൾ പ്രസ് ചെയ്യുള്ളൂ. അതേപോലെ സ്റ്റീരിയോ കാര്യങ്ങളോട് ഊരിയിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന കമ്പനി വരുന്ന സ്റ്റീരിയോ നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ 11.8 ഡയമണ്ട് 2K എന്ന് പറഞ്ഞ മോഡൽ സ്റ്റീരിയോ നമ്മളതിലേക്ക് ആഡ് ചെയ്യും. അതിന്റെ വയറിങ്ങും കാര്യങ്ങളാണ് വരുന്നത്. വയറിങ്ങളും ഒന്നും നമുക്ക് കട്ടിങ്ങില്ല, എല്ലാം കപ്ലർ ഇട്ടുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ. യാതൊരു കാരണവശാലും വയർ കട്ടിങ് ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയുന്നതാണ്. എന്താ കാരണം വെച്ചാൽ പലർക്കും പേടിയാണ്. വണ്ടി ഇത്ര കാശ് കൊടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇത് ബാക്കിലേക്കുള്ള നമ്മുടെ
ക്യാമറ അത് ആ ഡിക്കിയുമാണ് നമ്മൾ ഫിറ്റ് ചെയ്തതിന്. ഡിക്കി ഡോറിൽ നമ്പർ പ്ലേറ്റിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒരു റിയർ റിഫ്ലക്ടർ LED നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ വർക്കും അവിടെ നടക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, അതിൽ ആ റിഫ്ലക്ടർ മാറ്റിയിട്ടൊരു LED നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ഡോറിലേക്ക് നമുക്ക് ചെറിയൊരു യൂണിറ്റ് വരും. ആംബിയൻ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് വർക്ക് ചെയ്യിക്കാനായിട്ട് ചെറിയൊരു യൂണിറ്റ് വരും. അത് അതിൽ നിന്ന് ഡോറിൽ നിന്ന് തന്നെ ഡോർ പാഡിൽ തന്നെ സപ്ലൈ വരുന്നുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ആ സപ്ലൈ എടുത്ത് കൊടുക്കുന്നത്. ആ സപ്ലൈ എടുത്ത് കൊടുക്കാനോ വയർ കട്ടിങ് വരുന്നില്ല, നമ്മളത് കപ്ലർ ഇട്ടിട്ടാണ് ആ കണക്ഷൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് റൈറ്റ് സൈഡിലെ മിററിലുള്ള ക്യാമറയുടെ ഫിറ്റിങ്സ് ഇതേ ഞാൻ കാണിക്കുന്നു. കണ്ട കറക്റ്റായിട്ട് നമ്മളത് പ്രസ് ചെയ്തിട്ടില്ല, കറക്റ്റ് മോളിക്ക് പ്രസ് ചെയ്തിടും. നമ്മുടെ മിററിനോട് ചേർന്ന് തന്നെ നിൽക്കും, അതിന്റെ അടിഭാഗത്ത് വളരെ ചേർന്ന് തന്നെ നിൽക്കും. അതേപോലെ തന്നെ ഇത് ഡോറിൽ നമ്മൾ ആംബിയൻ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫിറ്റ് ചെയ്ത് അതിന്റെ വയറാണ് പുറത്തേക്ക് എടുത്താൽ അത് കണ്ട കപ്ലറാണ്. ഈ കപ്ലർ ഇട്ടിട്ടുള്ള പ്രസ്സിംഗ് ടൈപ്പാണ്, മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടിട്ടുള്ള പ്രസ്സിംഗ് ആണ്. യാതൊരു കാരണവശാലും നമുക്ക് ഇതിന് വയർ കട്ടിങ്ങും കാര്യങ്ങളും നമുക്ക് അതിൽ വരുന്നില്ല. അതാണ് വീണ്ടും ഞാനത് പറയുന്നത്. അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള നമുക്ക് കാണാൻ ഇതിലേക്ക് ശരിക്കും നമ്മൾ ആഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ കണ്ട അതിൻ്റെ ആ ഗ്യാപ്പിൽ, അതാണ് ആംബിയൻ ലൈറ്റ്. അത് പുറത്തേക്ക് അങ്ങനെ കാണില്ല, പക്ഷെ കത്തുമ്പോൾ നല്ല ഷോയാണ്. അതേപോലെ തന്നെ വലുത് വരുന്നത് ഒരു ഡ്രൈവർ സൈഡിലെ ഡോർ പാഡാണ്. അതിനുള്ളിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് ഒട്ടിച്ചാലും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരിക്കലൊരു വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് ബുദ്ധിമുട്ടില്ല. നമ്മളത് വെച്ച് വന്നപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുമ്പോൾ നമ്മൾ വുഡൻ്റെ സ്റ്റൈലിഷ് കിറ്റ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ കൂടെ നല്ല നീളത്തിൽ ചെയ്യാം. പക്ഷെ ബാക്ക് ഡോറിൽ നമുക്ക് അത്ര നീളം വരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ഭാഗം അത് നമ്മളെ ആംബിയൻലൈറ്റ് വെക്കുന്ന ഭാഗം കുറവുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാമറ ഞാൻ പറഞ്ഞിരുന്നു 4 ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രണ്ട് ബാക്ക് 2 മിറർ വെച്ചാൽ 2 മിറർ എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും. അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ 11.8 കേട്ടോ. ഇപ്പോഴും 9 ആൻഡ്രോയിഡ് സിസ്റ്റം 9 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 9 എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം ആണ്. പക്ഷെ 11.8 ആണ്. ഇതിൽ തന്നെ 10.1 10.5 വരുന്നുണ്ട്. ഇതേ ആംബിയൻ ലൈറ്റ് കണ്ട നല്ല ഷോ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ വൈഡായിട്ട് കാണാവുന്ന നല്ലൊരു ക്യാമറയും അതേപോലെ കാലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അവിടെ സ്റ്റിയറിംഗ് കവറും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് കവർ നമ്മളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കവർ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് 4 ഡോറിലേക്ക്. ഇപ്പോൾ ബാക്ക് ഡോറിൽ നമുക്ക് നീളം കുറവാണ്. എന്താ കാരണം വെച്ചാൽ ഡോർ പാഡിൽ അത്രയും നീളം ഉള്ളത്, വെക്കാനുള്ള ഗ്യാപ്പ് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിൽ നീളം കുറവ്. ശരിക്കും ഫ്രണ്ടിൽ അതേ നീളത്തിൽ തന്നെയാണ് നമുക്ക് ഈ പൈപ്പ് ഈ ലൈറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മളത് കട്ട് ചെയ്തിട്ട് ആ അളവിലേക്ക് മാത്രമല്ല നമ്മളതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ 11.8 അതിൽ വന്നുകൊണ്ട് AC യുടെ വെന്റ് നമുക്ക് യാതൊരു കാരണവശാലും അതിന് തടസ്സം വരുന്നില്ല. ശരിക്കും പകല് പോലും നല്ല ലൈറ്റ് ആയിട്ട്, സാധാരണ ആംബിയൻ ലൈറ്റ് ഒക്കെ പകൽ ഇത്ര ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, ഇരുട്ടായാൽ മാത്രമേ തെളിഞ്ഞു വരുള്ളൂ. പക്ഷെ ഇത് കറക്റ്റായിട്ട് പകല് പോലും നല്ല രസമായിട്ടുള്ളൊരു വെളിച്ചം, നല്ലൊരു വെളിച്ചം തന്നെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ AC യുടെ വെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന നമ്മുടെ സെറ്റ് സ്റ്റീരിയോയുടെ പിന്നിലേക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ ഫിറ്റിങ്സ് ഇതേ ഫോഗ് DRൽ അതിൽ യെല്ലോ കളറാണ് നമ്മൾ കത്തിച്ചാണ് ഇൻഡിക്കേറ്റർ. ഹസാർഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ പാർക്ക് മാത്രമാണ്. ഹസാർഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ അത് റിങ് മാത്രം കത്തും. അതേപോലെ അത് മാത്രമല്ല ഇതിന്റെ വീഡിയോ ഞാൻ ഏതാണ്ട് കഴിയാൻ പോകും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ചെയ്തെന്ന് വെച്ചാൽ ഇത്തിരി ലേറ്റ് ആയി. എനിക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഫുൾ വീഡിയോ നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ളൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ സെറ്റിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ റെക്കോർഡിങ് നിർത്തി പോകേണ്ട വന്നു. എന്ന് വെച്ചാൽ തൃശ്ശൂർ പോകേണ്ട ഒരു കേസ് വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത്. ഏതാണ്ട് ഒരു 30 സെക്കൻഡ് കൂടി നമുക്ക് വീഡിയോ ഉള്ളു. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ആംബിയൻ ലൈറ്റ്, അത് ഇതിനും പല വണ്ടികളും നമ്മൾ ആംബിയൻ ലൈറ്റ് എർട്ടിഗയിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ 11.8 ഒരു ഡയമണ്ട് 2K ആദ്യമായിട്ടാണ് നമ്മൾ ഒരു എർട്ടിഗയിൽ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫോഗ് ലാമ്പ്, LED ഫോഗ് ലാമ്പ് നമ്മുടെ ലെൻസ് ഉള്ള മോഡലാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.